ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 56.68% പോളിംഗ്. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. പകർച്ചവ്യാധികൾക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 56.68% വോട്ടാണ് രേഖപ്പെടുത്തിയത്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലാണ് ഇന്ന് പോളിംഗ് നടന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് പശ്ചിമബംഗാളിലാണ്, 73%. ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിലാണ്, 48.66%. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു. ബലാത്സംഗം, കൊലപാതകം, മാരകമായി മുറിവേൽപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ നേരത്തെ തെളിഞ്ഞത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ പ്രതി സമർപ്പിച്ച അപ്പീൽ തള്ളിയാണ് ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, S മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. 2016 ഏപ്രിൽ 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. എറണാകുളം ലോ കോളേജിലെ LLB വിദ്യാർത്ഥിനിയെ അസം സ്വദേശിയായ പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും എതിർത്തപ്പോൾ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് പ്രോസിക്യൂഷൻ കേസ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. സംസ്ഥാനത്ത് ഈ മാസം 23 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. കേരള, ലക്ഷദ്വീപ് തീരത്ത് നിന്ന് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മെയ് 31 കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് മുന്നറിയിപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെയും ഇടുക്കി ഡാമിലെയും ജലനിരപ്പിൽ വർധനയുണ്ട്. കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും വെള്ളക്കെട്ട് രൂക്ഷം. ചാലയുൾപ്പെടെ നഗരത്തിലെ മിക്ക താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ശക്തമായ മഴയിൽ തിരുവനന്തപുരം നഗരത്തിലുണ്ടായ വെള്ളക്കെട്ടിൽ ജനങ്ങൾ ദുരിതത്തിലായി. മുട്ടത്തറയിൽ 100-ലധികം വീടുകളിൽ വെള്ളം കയറി. വെള്ളം കയറിയ സ്ഥലങ്ങളിൽ ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. ചാല റോഡിൽ വെള്ളം നിറഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. തമ്പാനൂർ, കുമാരപുരം, കിള്ളിപ്പാലം, അട്ടക്കുളങ്ങര, ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിവിധയിടങ്ങളിൽ മരം വീണ് വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയെടുത്ത കുഴികളിലും വെള്ളം നിറഞ്ഞ് അപകടാവസ്ഥയിലാണ്. ഇന്നലെയും ഇന്നുമായി ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി ഓടകൾ വൃത്തിയാക്കുകയും വെള്ളം പറ്റിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തെങ്കിലും മഴ കനത്തതോടെ അതും ഫലം കണ്ടില്ല. ജില്ലയിലെ മഴക്കെടുതി കണക്കിലെടുത്ത് അഗ്നിരക്ഷാ നിലയത്തിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിക്കുന്നവരുടെ എണ്ണം ഉയർന്ന സാഹചര്യത്തിൽ കൊതുക് നശീകരണ, മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലയിലെ മഴക്കാല ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ട മണിയാർ ബാരേജിലെ ജലനിരപ്പ് 34.62 മീറ്ററായി ക്രമീകരിക്കാനായി ഏത് സമയത്തും ബാരേജിന്റെ 5 സ്പിൽവേ ഷട്ടറുകളും ഉയർത്തി ജലം പുറത്തുവിടേണ്ട വന്നേക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് പ്രളയ സാധ്യതാ പ്രവചനമില്ലെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ എല്ലാ കളക്ടറേറ്റുകളിലും താലൂക്ക് ഓഫീസുകളിലും എമർജൻസി ഓപ്പറേഷൻ സെന്റർ തുടങ്ങിയെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും സാധ്യതയുണ്ടെന്നും പ്രതിരോധ നടപടികൾ കൈക്കൊള്ളണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെളിയിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും ഇറങ്ങുന്നവർ എലിപ്പനി പ്രതിരോധത്തിനായി ഡോക്സിസൈക്ലിൻ നിർബന്ധമായും കഴിക്കണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. എറണാകുളം ജില്ലയിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരുന്ന ഒരാൾ കൂടി മരണമടഞ്ഞു. വേങ്ങൂർ 11-ാം വാർഡിൽ
കാർത്തിയായനിയാണ് മരിച്ചത്. മഞ്ഞപ്പിത്തം ബാധിച്ചതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് മരണം സംഭവിച്ചത്. ഇടുക്കിയിൽ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ചികിത്സയിലിരുന്നയാൾ മരിച്ചു. മണിയാറൻകുടി സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. വൃക്ക മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട് കോഴിക്കോടെത്തിയ അദ്ദേഹം പനി ബാധിച്ചതിനെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. വനത്തിൽ യൂക്കാലിപ്റ്റസ് മരങ്ങൾ നടാനുള്ള വനം വകുപ്പിന്റെ ഉത്തരവ് മരവിപ്പിച്ചതായി മന്ത്രി AK ശശീന്ദ്രൻ. ഇത് സംബന്ധിച്ച് വനം വികസന കോർപ്പറേഷൻ MDയോട് വിശദീകരണം നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി. വനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് നൽകാനും മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആക്ടിംഗ് പ്രസിഡന്റായി വൈസ് പ്രസിഡന്റ് മൊഹമ്മദ് മൊഖ്ബേർ നിയമിതനായി. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയാണ് പുതിയ പ്രസിഡന്റിനെ നിയമിച്ചത്. രാജ്യത്ത് 5 ദിവസത്തെ ദേശീയ ദുഃഖാചരണവും പ്രഖ്യാപിച്ചു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധ ദുഃഖവും നടുക്കവും രേഖപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഒന്നാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും. നാളെ രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. കോവാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നടത്തിയ പഠനവുമായി ബന്ധപ്പെട്ട ലേഖനം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഈ പഠനവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും ഗവേഷണത്തിന് സാമ്പത്തികമോ സാങ്കേതികമോ ആയ പിന്തുണ നൽകിയിട്ടില്ലെന്നും ICMR പ്രസ്താവനയിൽ പറഞ്ഞു. ICMRനോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്ന അക്നോളജ്മെന്റ് ലേഖനത്തിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ലേഖനം എഴുതിയവർക്കും ജേണലിന്റെ എഡിറ്റർക്കും ICMR ഡയറക്ടർ ജനറൽ കത്തയച്ചു. മേഘാലയയിൽ മലയാളി സൈനികൻ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചു. കോഴിക്കോട് അത്തോളി സ്വദേശി ഹവീൽദാർ അനീഷാണ് മരിച്ചത്. ചിറാപുഞ്ചിയിൽ വെള്ളച്ചാട്ടത്തിൽ വീണാണ് അപകടമെന്നാണ് ലഭിച്ച വിവരം. മൃതദേഹം നാളെ ഉച്ചയോടെ നാട്ടിലെത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പത്തനംതിട്ട ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ ആൻഡ് മോർ അത്തനീഷ്യസ് യോഹാൻ ഒന്നാമൻ മെത്രോപൊലിത്തയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. ഖബറടക്കം നാളെ രാവിലെ നിരണം സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ നടക്കും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മന്ത്രി സജി ചെറിയാൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. തിരുവല്ല നിരണം ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ നാളെ രാവിലെ 9 വരെ പൊതുദർശനം ഉണ്ടാകും. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. കർണാടക കുടക് സ്വദേശിയായ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. തലസ്ഥാന നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം അനന്തമായി നീളുന്നതിനാൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെട്ടത് ചൂണ്ടിക്കാട്ടി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. വിഷയത്തിൽ നഗരസഭാ സെക്രട്ടറി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. കേസ് ജൂണിൽ പരിഗണിക്കും. 2024 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ മത്സരിക്കാൻ ഇന്ത്യയുടെ സുമിത് നഗൽ ഇടം നേടി. 2019 പ്രജ്നേഷ് ഗുണേശ്വരന് ശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പുരുഷ താരം ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ മത്സരിക്കാൻ യോഗ്യത നേടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 56.68% പോളിംഗ്. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്നും നാളെയും ചുവപ്പ് ജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. പകർച്ചവ്യാധികൾക്കെതിരെ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് വീണ്ടും മഞ്ഞപ്പിത്ത മരണം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.